നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റ് ഹെഡിലാണ്. വൈറ്റ് ഹെഡിൽ 3 സ്പോട്ടിലാണ് മെയിനായിട്ടുള്ളത്. ഒന്നിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ഹെഡ് പ്രോംനേഡാണ്. അതേപോലെ തന്നെ നമുക്കിതുണ്ട്, ഇവിടെ ഒരു വാക്ക് വേ കാണാം. നമുക്കിവിടുന്ന് മുന്നോട്ട് നടക്കാം. അതുപോലെ ഇവിടെ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുള്ളൊരു വാക്ക് വേ ഉണ്ട്. പിന്നീടുള്ളത് നമുക്ക് ഒന്ന് ബ്ലാക്ക് ഹെഡും ഒന്ന് വൈറ്റ് ഹെഡുമാണ്. ഇതുണ്ട് ഇവിടുത്തെ ഈ വൈറ്റ് ഹെഡ് പ്രോംനേഡ് നമ്മൾ ലൊക്കേഷൻ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുണ്ട് ഈ കളർഫുൾ വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് വളരെ ഫേമസ് ആണ് നമ്മൾ ഈ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് അങ്ങേ അറ്റത്ത് കാണുന്ന ബ്ലാക്ക് ഹെഡാണ്. അതേപോലെ തന്നെ ഒന്ന് ഇങ്ങേ സൈഡിൽ, അതായത് നമുക്ക് അവിടെ ഒരു ക്ലിഫും അവിടെ കുറച്ച് നടക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്, അത് വൈറ്റ് ഹെഡാണ്. അങ്ങനെ 3 സ്പോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് അകലെയായിട്ട് ഒരു എക്സ്റ്റൻഷൻ കാണാം കടലിലോട്ട്. അതൊരു ഫിഷിംഗ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഹാർബർ, അങ്ങനെ എന്തോ ഒരു സംഭവമാണത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ഹെഡ് പ്രോംനേഡാണ്. ഈ കളർഫുൾ വീടുകൾ, അതാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത. ധാരാളം പേര് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നെറ്റിലൊക്കെ നമ്മൾ ഇട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. എന്തായാലും നല്ല രസമാണ്. നമുക്കിവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ വാക്ക് വേയിൽ തന്നെ നമുക്ക് തന്നെ ബെഞ്ചുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വരാം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് വണ്ടി വിട്ടിട്ട് ഈ വാക്ക് വേക്കൂടെ നടക്കാം. നമുക്ക് അതുപോലെ ഈ വാക്കുകളുടെ ബെഞ്ചുകളൊക്കെ നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കടലിൽ, അതായത് നമ്മൾ സാധാരണ ഇവിടെ നോർത്ത് ഐലൻഡ് വരുമ്പം കടലിലൊക്കെ തിരമാലകൾ കുറവാണ്, പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തിരയടിക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമുക്കിങ്ങനെ ബെഞ്ചുകൾ നമുക്ക് ഇരിക്കാം. അതല്ലാതെ നമുക്കിവിടെ നടക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ടിവിറ്റീസിന് പറ്റിയൊരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ നടന്ന കുറച്ച് മുൻപോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ലൊക്കേഷൻ ഇതാണ്. നമ്മൾ നേരത്തെ ഇന്ന് അവിടെയായിരുന്നു. അവിടെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് ഈ ഒരു വാക്ക് വേ തീരുവാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ധാരാളം ഉരുളൻകല്ലുകളൊക്കെ കിടന്ന്, അതുപോലെ നമുക്ക് കടലിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ചെറിയ പാലം പോലെ സ്ട്രക്ചർ 1-2 നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ പായലൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ നമുക്ക് സൂക്ഷിച്ചിറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടന്ന് മുന്നോട്ട് ചെല്ലാൻ പറ്റും. അതുപോലെ നമുക്ക് കടലിൽ കണ്ട നമുക്ക് സ്റ്റെനലൈൻ്റെ കപ്പലൊക്കെ ഫെറി, നമുക്ക് ഇവിടുന്ന് മെയിൻലാൻഡ് പോകുന്ന സ്റ്റെനലൈൻ്റെ കപ്പലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ ഇപ്പം നമ്മൾ നേരത്തെ നിന്നിടത്തുനിന്നും 2ാമത്തെ സ്പോട്ടിലാണ് വന്നേക്കുന്നത്. അതായത് ഇവിടെ കൊണ്ട് നമുക്ക് നടക്കാനുള്ള വഴി തീരുവാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കിടക്കുന്നത് അങ്ങോട്ടേക്കാണ്. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്ലിഫുണ്ട്. അപ്പോൾ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇതുണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അതുണ്ടോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അതാണ് കേട്ടോ ക്ലിഫ്. അതായത് ആ ക്ലിഫിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തൂടെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണം. ഈ കാണുന്ന ഇത്രയും ദൂരം അങ്ങനെ നടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതാണ് നമ്മുടെ 2ാമത്തെ സ്പോട്ട്. പാർക്കിംഗ് ഉണ്ട്, നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടോ, ഇവിടെ തന്നെ നിന്ന് നമുക്ക് കാഴ്ച കാണാം. ഇതുണ്ടോ, നമ്മൾ നേരത്തെ ഒരു സ്റ്റെനലൈൻ പോകുന്നുണ്ടായിരുന്നുണ്ടോ, ഒരെണ്ണം കണ്ടോ, റിട്ടേൺ വരുന്നുണ്ടോ, അവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ആ കാണുന്നതിൻ്റെ പേര് ഇതുണ്ടോ ബ്ലാക്ക് ഹെഡ് പത്ത് എന്നാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മളൊരു പാത്ത് വരുന്നുണ്ടോ, നടക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ നമ്മളൊരു പാത്ത് വരുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കി നടക്കാമെന്നുണ്ടോ, അങ്ങോട്ടേക്ക് പോകുന്ന നടപ്പുഴയാണ് ഇത്. അതുപോലെ തന്നെ നമുക്കിതുണ്ട് ഇവിടെ വേറെ സൗകര്യമുള്ളത്. നമുക്കിതുണ്ട് ഇവിടെ ചെറിയ ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ഒരു 2-3 ടേബിളുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അതുപോലെ ചെറിയ കുക്കിംഗ് ഒക്കെ, ചെറിയ ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്ത് നമുക്ക് കഴിക്കാം. അതിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് ചുമ്മാ നടന്നു നോക്കാം. അങ്ങനെ നടന്നൊരു പാതി വഴിയായി കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇവിടെ നമ്മൾ വന്നപ്പോൾ 2 പാർക്കല്ല് പോലെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ ഇരിക്കുന്നത്. അതായത് റൺസ് എഗ് എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ പടവും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തത്. എന്തോ 20,000 വർഷം മുന്നേ ഉണ്ടായിരുന്ന എന്തോ ഒരു തിക്കായി ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഏകദേശം 10,000 വർഷം ഉണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ടുണ്ട്. അതുണ്ടോ, അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അതായത് ആ കാണുന്നതാണ് കേട്ടോ അത്. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം. നമ്മൾ ഇതുണ്ടോ അവിടെ വണ്ടിയിട്ടിരുന്നു, ഇത്രയും ദൂരം വന്നു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ആ ക്ലിഫ് കാണത്തില്ല ശരിക്കും, എന്തൊരു ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാം നമുക്ക് ആ കല്ലുകളും ഇതൊക്കെ കാണാം കേട്ടോ. ഏകദേശം ഇപ്പം സമയം ഒരു 5:15 ആയി. സൂര്യനൊക്കെ അസ്തമിച്ചു, വെട്ടം കുറവാണ്. നമുക്ക് പോയി നോക്കാം എന്തായാലും മുന്നോട്ട്. ഉണ്ട് റൺസ് എഗ്, ഒരു എഗ്ഗ് ഷേപ്പിലാണ് ഏകദേശം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പേര് വന്നേക്കുന്നത്. നടന്നു വരുന്ന വഴിക്കുന്നുണ്ടോ, ഇവിടെ ആൾക്കാർ ജോഗിങ്ങും വാക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ഇതുണ്ട്, എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതുണ്ടോ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫുഡിൻ്റെ ഒരു നമുക്ക് കാണാം, ചെറിയൊരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. നമ്മളിങ്ങനെ കുറച്ചുകൂടെ പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ക്ലിഫ് കാണാം, ഇതുണ്ടോ, അതാണ് നമ്മുടെ ക്ലിഫ്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ലൈറ്റ് പോയി. ഇടയ്ക്ക് ചെറിയ ഷെഡുകളുണ്ട്, അതായത് നമുക്കിങ്ങനെ ഇരുന്ന് ഇതിപ്പോൾ നമ്മുടെ കടലിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഷെഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതുണ്ടോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാം. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് ടെമ്പറേച്ചർ 8 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ 8 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ നിന്ന് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ നന്നായിട്ട് മരയ്ക്കും. നല്ല തണുപ്പുണ്ട്. 8 ഡിഗ്രിയിൽ കാറ്റ് കൊണ്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ ഷെഡുള്ളത് കൊണ്ട് നമുക്കതിനകത്ത് നന്നായിട്ട് കയറിയിരിക്കാം, കാറ്റൊന്നും കൊള്ളാതെ നമുക്ക് വലിയ തണുപ്പിലായി കയറിയിരിക്കാൻ പറ്റും കേട്ടോ. മറ്റേ ചെമ്മരിയാടിനെ വളർത്തുന്ന സ്ഥലമാണ്. നമുക്ക് മേളിലുണ്ടോ ചെമ്മരിയാട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഉണ്ട്, അവരൊക്കെ ഈ പുറത്തോട്ട് ഇറങ്ങി പോകാതെ ഉള്ള വേലികളാണ് കേട്ടോ ഇത്. നല്ല താഴ്ഭാഗം കണ്ടോ കള്ളിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഹോം സ്റ്റേകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കിങ്ങനെ പോകുന്ന സ്റ്റേകൾ കാണാൻ കേട്ടോ. ഇതുണ്ട്, ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ഹെഡ്. പക്ഷേ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ക്ലോസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുണ്ടോ, നമുക്ക് നോക്കിയാൽ കാണാം. അതായത് അതിൻ്റെ ആ മേൾ ഭാഗത്തൊക്കെ ഉണ്ടോ ഈ നെറ്റൊക്കെ ഇട്ടിട്ട് പാറയൊക്കെ വീഴുന്ന ഇതാക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ പണി നടക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് പോകാമായിരുന്നു. ഇത് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് പോകാമായിരുന്നു. അതുകൊണ്ട് ആ മേളിൽ കാണുന്ന കേട്ടോ ലൈറ്റ് ഹൗസ്. താഴെയാണ് ഇപ്പോൾ നമ്മൾ പോകാനിരുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇത് നടന്നു പോകാം. അത് എന്തായാലും പോകുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മേലോട്ട് പോകാതിരിക്കും. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് കേട്ടോ. ഇപ്പം നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ ഇങ്ങനെ കുറേ ദൂരം വന്നായിരുന്നു. നമ്മൾ ഇത്രയും നേരം വന്നായിരുന്നു. നല്ല രസമാണ്. അതായത് ഒരു വാക്കിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. കാരണം നല്ല രസമാണ്. ഒരു സൈഡിൽ നമുക്കിങ്ങനെ കടൽ കണ്ട് നടക്കാം. ഇതുണ്ട്, ഈ സൈഡിൽ ഫുള്ള് ഒരു പച്ചപ്പ് സെറ്റപ്പൊക്കെയാണ്. പിന്നെ നമുക്ക് ഫുഡും കൊണ്ടുവന്ന് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതുപോലെ ഈ വാക്ക് വേ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രോളർ കൊണ്ടൊക്കെ വരാം കേട്ടോ. അതാണ് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്. അവിടെ നമ്മൾ അത് ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ബാക്കി നമുക്ക് 2-3 സ്പോട്ട് നമ്മൾ കാണാൻ പറ്റി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു സ്പോട്ട് പോകത്തങ്ങ് ആ ഏറ്റവും ടോപ്പിലാണ്. അതിൻ്റെ ആ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ കാഴ്ച കാണാം. അതുപോലെ നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ ആ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാലും താഴോട്ടുള്ള ഒരു കടലിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ദിവസം വരാം. അപ്പം എല്ലാവർക്കും ബൈ.